ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകളായി നമ്മളിങ്ങനെ നേരിട്ട് കണ്ടിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കുറേ പേര് കമൻറ്റുകളായിട്ട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. HST നോട്ടിഫിക്കേഷൻ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് താഴെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ആദ്യം നോക്കുന്നത്. ആദ്യം തന്നെ അശ്വതി ശ്രീ രാഹുൽ ചോദിച്ചിരിക്കുന്നത്, മാം HSC ആയിട്ടാണ് ജോലി എന്നാണ്. ജോലി എനിക്ക് കിട്ടിയിട്ടില്ല. ലിസ്റ്റിൽ വന്ന് 27ാമത്തെ റാങ്കായിരുന്നു. നേരത്തെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, 27ാമത്തെ റാങ്കായിരുന്നു. ഇതുവരെയായി 43 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വരുന്നത്, ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അടുത്ത് വരുന്നത് ഞാൻ ഉൾപ്പെടുന്ന ആളുകൾക്കായിരിക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ SCRT കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ സിലബസ് കവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എത്രത്തോളം സാധിക്കുമെന്ന് അറിയില്ല. ജോലിയിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പെർമിഷൻ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ജോലി കയറുന്നതിന് മുമ്പായിട്ട് SCRT എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടിരുന്നത്. അടുത്ത ചോദ്യം ഗ്ലോ അപ്പ് 102 ചോദിച്ചിരിക്കുന്നത്, മാം എക്സാം 2026 ജനുവരിയിലാണോ? എക്സാമിൻ്റെ ഡേറ്റ് PSC പറയാത്തിടത്തോളം നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. നമുക്ക് പ്രഡിക്ഷൻ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മറ്റ് HST എക്സാമുകൾ സെപ്റ്റംബറിന് ശേഷം ഉണ്ടാവും, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടൊക്കെ ഉണ്ടാവുമെന്ന് PSC പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡേറ്റ് വരാത്തിടത്തോളം നമുക്ക് ഏത് മാസത്തിലാണ് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഇവിടെ HST നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനും വൈകിയത് കൊണ്ട് എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ അതൊരു പ്രഡിക്ഷൻ മാത്രമായിരിക്കും. എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 3 മാസം മുതൽ 6 മാസത്തെ ഗ്യാപ്പ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് മാക്സിമം നന്നായി തന്നെ 100% പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. അടുത്തത് ഫർസാന PT ചോദിക്കുന്നുണ്ട്, പാർട്ട് A എടുക്കുമോ? എല്ലാ സബ്ജക്റ്റിനും യൂസ്ഫുൾ ആകും. പാർട്ട് A എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു കാര്യം തുടങ്ങി വെച്ചത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ SCRT മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിൽ പറ്റുകയാണെങ്കിൽ, സമയം കിട്ടുകയാണെങ്കിൽ അതും കൂടെ എടുക്കുന്നതായിരിക്കും. അടുത്തത് നിഷാദ് നൗഫി ചോദിക്കുന്നുണ്ട്, മാം 8-10 ഓൾഡ് ടെക്സ്റ്റ് പഠിച്ചാൽ മതിയോ? ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് അറിഞ്ഞിരിക്കണം. അതേസമയം പുതിയതായിട്ട് വരുന്ന ടെക്സ്റ്റ് ബുക്കും പുതിയ ടെക്സ്റ്റിലാണെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. 8ാം ക്ലാസ്സിൻ്റെ ബുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള ടെക്സ്റ്റ്, നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. 8ാം ക്ലാസ്സിലെ SCRT 3 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് 3 പാർട്ട് നമ്മൾ വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിലെ പുതിയ ബുക്ക്, പുതിയ സിലബസ് പ്രകാരമാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. 9ത്തെ കഴിഞ്ഞതിന് ശേഷം 10ാം ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. പുതിയ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും നമ്മൾ പഠിക്കുന്ന സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കിൽ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ അതെന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ഈ ടോപ്പിക്കിലെ കാര്യങ്ങൾ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾഡ് ആണെങ്കിലും ന്യൂ ആണെങ്കിലും പഠിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. വിനി KT ചോദിച്ചിട്ടുണ്ട്, പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയോ? പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയിട്ടില്ല, അഡ്വൈസും ആയിട്ടില്ല. ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനി ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടായിരിക്കും അഡ്വൈസും അപ്പോയിൻമെൻറ്റ് ഓർഡർ എല്ലാം വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ തീർക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അഖില പറയുന്നു, പ്ലീസ് കംപ്ലീറ്റ് മിസ്, മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സൽമ കേസ് ചോദിച്ചിരിക്കുന്നത്, ഏത് പോസ്റ്റാണ് കിട്ടിയത്? പോസ്റ്റ് കിട്ടിയിട്ടില്ല, HST സോഷ്യൽ സയൻസ് തന്നെയാണ്. 2012 വിളിച്ച HST സോഷ്യൽ സയൻസിലും ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു, മെയിൻ ലിസ്റ്റിൽ തന്നെയാണ്. പക്ഷേ കൊറോണ വന്നു, പല കാരണങ്ങൾ കൊണ്ട് തന്നെ അതിൽ നിന്നും അപ്പോയിൻമെൻറ്റ് നടന്നില്ല. ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് പ്രത്യേകിച്ചും വൈകിപ്പോകും. 2021 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഈ പുതിയ ലിസ്റ്റിൽ 27ാമത്തെ റാങ്കിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ 1 വർഷം കഴിഞ്ഞു. കിട്ടുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. എത്ര വൈകുമെന്നറിയില്ല. ഐഷ തസ്ലീമ പറയുന്നു, കംപ്ലീറ്റ് ചെയ്യണം മാം പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി ലച്ചു 3991, മാം ഒരു സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങാമോ? സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകം തുടങ്ങിയിട്ടില്ലെങ്കിലും അതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ യൂസ് ചെയ്യാം. ടെലഗ്രാം ചാനൽ എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസ് എന്ന പേരിൽ തന്നെ ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ നേരത്തെ ഞാൻ LP UP മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 60 ഡേയ്സ് ചാലഞ്ച് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുവഴി മെറ്റീരിയൽസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെറ്റീരിയൽസ് ഷെയർ ചെയ്തിട്ടും സ്റ്റഡി പ്ലാനൊക്കെ തയ്യാറാക്കി അതിലൂടെ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൽ എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസ് എന്ന് സെർച്ച് ചെയ്താൽ മതി, അതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. വിനോയ് P, ശിവനോയ് ശ്രീധരൻ 4483 ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ ആരിഫ ഷെറീഫ് 5499 ന്യൂ SCRT 5 to 10 കംപ്ലീറ്റ് ചെയ്യണം. പുതിയ SCRT 5 മുതൽ 10 വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പുതിയ SCRT ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് മാത്രമാണ് മാറിയത്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷം 8ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്. അതിലെ 10 അവൈലബിൾ ആണ്. 8ാം ക്ലാസ്സിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നിടത്തോളം കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമൻ്റാണ്. ആരിഫ ഷെറീഫ് ചോദിച്ചിരിക്കുന്നത് HSAക്ക് ഏത് റാങ്ക് ഫയലാണ് യൂസ് ചെയ്തതെന്ന് റിപ്ലൈ തരാമോ? അപ്പോൾ HSAക്ക് ആയിട്ട് ഞാൻ ഒരു റാങ്ക് ഫയലും വാങ്ങിച്ചിട്ടില്ല. വെറുതെ പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയുന്നതല്ല. HSAയുടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു റാങ്ക് ഫയലും ഇല്ല. പിന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്നത് എപ്പോഴും സിലബസ് ആണ്. ആദ്യം തന്നെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഓരോ ടോപ്പിക്കായി മാർക്ക് ചെയ്ത് അതിനെ സെർച്ച് ചെയ്ത് കണ്ടെത്തി പഠിക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടി ഞാൻ യൂട്യൂബ് വീഡിയോസ് ഉപയോഗിച്ചിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോസ് ഏത് ചാനലാണ് ഏത് ക്ലാസ്സാണ് എന്നുള്ളതല്ല, ആ ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്ത് ആ ഒരു ടോപ്പിക്ക് ഏതൊക്കെ ചാനൽ ഇട്ടിട്ടുണ്ടോ, ചെറിയ ചാനൽ മുതൽ വലിയ ചാനൽ വരെ, ചിലപ്പോൾ 10 വ്യൂസൊക്കെ ഉണ്ടാവുള്ളൂ, ആ ചാനൽ വരെ ഞാൻ നോക്കി പഠിച്ചിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ തൊഴിൽ വാർത്തയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിൽ 1-2 പേജൊക്കെ ഉണ്ടാവുള്ളൂ എങ്കിലും ആ ഒരു പേജ് മാത്രം കട്ട് ചെയ്ത് മാറ്റി വെച്ച് ആ ഒരു ഭാഗം പഠിച്ചെടുക്കുകയും പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ജനറൽ റാങ്ക് ഫയൽ ഉണ്ട്, അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ടാലൻറ്റിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ മാതൃഭൂമിയുടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. പിന്നെ മറ്റു ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. റാങ്ക് ഫയൽ മാത്രമല്ല, കോച്ചിങ് ക്ലാസ്സിനാണെങ്കിലും എവിടെയും ജോയിൻ ചെയ്തിട്ടില്ല. കാരണം നേരത്തെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയ ഒരു സ്ത്രീ പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റിലുള്ള ആളുകൾ പറയുന്നതും അവരുടെ കുത്തുവാക്കുകളും പല കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട്സ് ഇന്നും എന്നെ വിളിച്ച് പറയാറുണ്ട്. എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, എന്നെ കുറ്റപ്പെടുത്തുന്നു, എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിൻ്റെ കഴിവുകേടാണ് എന്നൊക്കെ പറഞ്ഞ് പലരും എന്നോട് വിളിച്ച് പറയാറുണ്ട്. അതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ പലരും വിളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് സ്വയം മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആകുന്ന രീതിയിൽ സ്വന്തമായി മനസ്സിനെ ശക്തമായി നിർത്തിക്കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. രാത്രിയിൽ ഇരുന്ന് പഠിക്കാം. അതേപോലെ തന്നെ വീട്ടിലുള്ള ആളുകളെ ശല്യം ചെയ്യാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ നമ്മുടെ കാര്യത്തിൽ ഇടപെടാനോ ചോദിക്കാനോ വരില്ല. അവർ ഉറങ്ങിയതിന് ശേഷം പഠിക്കാൻ ശ്രമിക്കാം. അവർ ഉറങ്ങി എണീക്കും മുമ്പ് പഠിക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ സമയം ഏതൊക്കെ സാഹചര്യങ്ങളിൽ, ഓരോരുത്തർക്കും ഓരോ സാഹചര്യമായിരിക്കും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എപ്പോഴൊക്കെയാണ് നമുക്ക് അവസരം കിട്ടുന്നത്, അതെല്ലാം മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കാം. കൂടുതൽ പേരും ജോലി കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി വേജ് ആയിട്ട് ഞാൻ 2 വർഷമായിട്ട് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ജോലി തന്നെയാണ്, സ്ഥിരമായില്ല എന്ന് മാത്രം. പക്ഷെ കിട്ടും, അടുത്ത വർഷം പോവാം എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്നെ കൊണ്ട് പറ്റുന്ന SCRT ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതോടൊപ്പം തന്നെ പറ്റുകയാണെങ്കിൽ സമയം കിട്ടുന്നതിനനുസരിച്ച്, മെറ്റീരിയൽസ് അവൈലബിൾ ആകുന്നതിനനുസരിച്ച് മറ്റ് ടോപ്പിക്കുകളും ക്ലാസ്സുകളായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഒരേ ചോദ്യം തന്നെ പലരും റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും റിപ്ലൈ തരാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്